അപ്പൊ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൂടി ഒരു തെരച്ചിലും അവര് നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ ഭർത്താവിന് വേണം. എന്റെ 2 പിള്ളേർക്ക് എന്ത് ഞാൻ മറുപടി പറയാ? ഇല്ല, അതൊന്നും അങ്ങനത്തെ അതിനുള്ള സമയം ഇല്ല. പിന്നെന്താ, ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ചോദിച്ചിട്ടുള്ള മെമ്പേഴ്സോ MLA യോ അവര് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അവർ ഇന്നലെ വന്ന് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. 5 or 6 പേരുടെ ഉണ്ടെങ്കിലേ നമുക്ക് നേവിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താ, ഒരു ജീവന് വിലയില്ലേ? എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? ഒന്നും എത്തിയില്ലല്ലോ. എന്താണ് പരാതി? ഏത് പരാതിയാണുള്ളത്? എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവര് ചോദിക്കുന്നുണ്ട് പപ്പ എവിടെയെന്ന്. കടലിൽ പോയി പപ്പ എന്താ തിരിച്ചു വരാത്തെന്ന്. ഞാൻ എന്തൊന്ന് മറുപടി പറയാന്ന് എനിക്ക് അറിയാൻ വയ്യ. ആ കടലിൽ പോയവർക്ക് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള വിവരം ഇല്ലായിരുന്നു. എന്റെ സഹോദരൻ വിളിച്ചിട്ട് എന്റെ ചേച്ചിയുടെ മോൻ പറഞ്ഞു, കുഞ്ഞമ്മ ഇങ്ങനെ വള്ളം മറിഞ്ഞിട്ടുണ്ട്, 2 പേരെ കാണാൻ. കുഞ്ഞമ്മ പെട്ടെന്ന് പൊടിയിലെത്തണം. എനിക്ക് അറിയില്ലായിരുന്നു. അല്ലല്ല, ഞാനും ഈ ഇതിന്റെ അമ്മായിയമ്മയായിട്ട് ഇവിടെ എത്തി. എന്റെ ഈ 2 മക്കളുടെ വിളി കേൾക്കുന്ന കയ്യും കാണുന്നത് എന്തുകൊണ്ട് ഈ ഹോസ്റ്റൽ പോലീസിന്റെ 2 മക്കളെ രക്ഷിക്കാൻ കഴിയാത്ത എന്തുകൊണ്ട്? ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല. മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുത്തുന്നു. അപ്പൊ ഇവരിവിടെ എന്തിനാണ് ഇരിക്കുന്നത്? അത് അറിയില്ല. അവര് പറഞ്ഞല്ലോ അവർ തെരച്ചിൽ നടത്തുന്നില്ല. എനിക്ക് എന്റെ ഭർത്താവിന് വേണം. പറഞ്ഞു ഞാൻ മടുത്ത്. എന്തൊരു മര്യാദകേടാണ്. ഇന്നലെ 8:30 മണിക്കാണ് സംഭവിച്ച കൂടെ വേറൊരു വള്ളക്കാരുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഇവരെ പോസ്റ്റ്മോർട്ടം പോലീസിനെ വന്ന് വിളിച്ചപ്പോ അവര് പറഞ്ഞ ഒരു ബോയ കൊടുത്തിട്ട് പറഞ്ഞത് നിങ്ങൾ പോയി രക്ഷപ്പെടുത്ത്, ഞങ്ങൾ വരാന്ന്. അവർ വന്നത് 10:30 മണിക്കാണ്. ചോദ്യം ചോദിക്കുന്നത് രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. അവർ 24 മണിക്കൂർ ഇതിന്റെ പ്രവർത്തനം നടത്താനുള്ളവരാണ്. അവരെന്തുകൊണ്ട് പ്രവർത്തനം നടത്താൻ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ലല്ല, ഇവിടെ ഒരു തെരച്ചിൽ നടത്തുന്നില്ല. ഇതുവരെ ഒന്നും നടന്നില്ല. എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയായിരുന്നു. ക്യാമ്പുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഓരോ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്താണ് അവരിപ്പോഴാണ് ഡിമാൻഡ് ചെയ്തതെന്ന്. അപ്പൊ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമുള്ള അന്വേഷണ സൗകര്യങ്ങളെ നമുക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര ഹീനമായിട്ടുള്ള ഞാൻ ഡിമാൻഡ് ചെയ്യാൻ ഒരു അമ്മ എത്ര 1 മണിക്കൂറിനകം സാധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പൊ 13 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ ഒരാൾ സംസാരിക്കും പ്ലീസ്. നിങ്ങളെ കൊണ്ട് ആ പണി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മാറണം. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്? വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഇത് നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം. സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഞാൻ പറഞ്ഞേരെ. ഒന്നാമത് ഇന്നിപ്പോ രാവിലെ അവർക്ക് ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. ഇത് വ്യാപകമായി BP-ക്കുള്ള ഗുളി അത് ഇന്നലെ വൈകിട്ട് പറഞ്ഞു. ഇതുവരെ വന്നിട്ട് കൈവച്ചേക്കോ, കൊടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മന്ത്രി പറഞ്ഞിട്ട് പോവല്ല. ഇത് കുറെ ജനപ്രതിനിധികളുടെ മിടുക്കൊണ്ട് കാര്യങ്ങൾ നടന്നുള്ളൂ. അവര് പോയി വെല്ലോറയിൽ നിന്ന് മേടിച്ച് അവര് കൊടുത്താ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പറയാണ്. എന്തോ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായി.